ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. എഗ്ഗ് കൊണ്ടുള്ള ഡിഷാണെന്ന്. ചോറിനും ചപ്പാത്തിക്കും പകരം മെയിൻ ഫുഡായിട്ട് തന്നെ കഴിക്കാൻ പറ്റിയ വിഭവമാണ്. കൊത്തു പൊറോട്ട പോലെ കൊത്തു ഓംലെറ്റാണ്. 6 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ആദ്യം ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് ബാക്കി പ്രോസസ്സ് നോക്കാം. ഇത്രയും വെജിറ്റബിൾസ് വേണം നമുക്ക്. 3 സബോള തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, 3 തക്കാളി, 3 പച്ചമുളക്, കാബേജിൻ്റെ വലിയ 2 ഇല എടുത്തിട്ടുണ്ട്. ഇത്രയാണ് പച്ചക്കറി ഏറ്റവും വേണ്ടത്. ഇനി നുറുക്കാം. സബോള അത്യാവശ്യം കട്ടിയിൽ സ്ക്വയർ പീസസ് ആയിട്ട് നുറുക്കിയെടുക്കാം. കഷ്ണങ്ങൾ നേരത്തെ നുറുക്കി വെച്ചാൽ പിന്നെ കഴിക്കുന്നതിന് കുറച്ച് മുമ്പ് ഉണ്ടാക്കുകയും ചെയ്യാം. ചൂടോടെയാണ് കൊത്തു ഓംലെറ്റ് കൂടുതൽ സ്വാദ്. ക്യാപ്സിക്കം ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരെണ്ണം ചേർക്കാം. തക്കാളിയും കുറച്ച് വലിയ പീസസ് ആക്കണം, ഏകദേശം ഒരേ വലുപ്പത്തിൽ വേണം. കുഞ്ഞു കഷ്ണങ്ങളായ വല്ലാണ്ട് കുഴഞ്ഞ പോലെയാവും. പച്ചമുളക് ഇങ്ങനെ ചെരിച്ച് നുറുക്കിയാൽ മതി. എരിവില്ലാത്തതാണെങ്കിൽ 4 പച്ചമുളകാവാം. ഇനി ക്യാബേജ് നടുവിലത്തെ കട്ടിയുള്ള ഭാഗം വേണ്ട, നീളത്തിൽ വരഞ്ഞിട്ട് പിന്നെ ചെറുതാക്കാം. അതും സ്ക്വയർ പീസസ് തന്നെയാണ് നല്ലത്. ഒരു ബൗളിലേക്ക് 6 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പാകത്തിന് ഉപ്പ്. കോഴിമുട്ടയിലേക്കുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഇത് നല്ലോണം മിക്സ് ആക്കാം. 1 കപ്പ് നാളികേരം കൂടി ചേർത്തിട്ട് ഇളക്കാം. നാളികേരം ചേർക്കുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും, നല്ല സ്വാദുമാണ്. പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായി. ഇനി എഗ് മിക്സിൻ്റെ പകുതി ഒഴിച്ചിട്ട് ഓംലെറ്റ് ആക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം മതി. അടച്ചു വയ്ക്കാം. ആവിന് പെട്ടെന്ന് കുക്കായി വന്നോളും. സൈഡിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇനി സൂക്ഷിച്ച് തിരിച്ചിടാം. ഒന്ന് പ്രസ് ചെയ്ത് ആ ഭാഗം കൂടി കുക്ക് ചെയ്യാം. ഇപ്പോൾ ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള മിക്സും കൂടെ ഒഴിച്ചിട്ട് അടുത്ത ഓംലെറ്റ് ആദ്യത്തെ പോലെ തന്നെ അടച്ചു വെച്ച് വേവിച്ചിട്ട് തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ഓംലെറ്റ് തന്നെ ഹെവി മീലാണ് ശരിക്കും. അപ്പോൾ അതും പച്ചക്കറിയും കൂടി ആവുമ്പോൾ ചോറിനൊക്കെ പകരം തന്നെ നമുക്ക് ഫില്ലാവും വയറ്. ഇതും കൂടെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് സബോള ഇട്ട് വഴറ്റണം. കട്ടിയായിട്ടിരിക്കുന്ന കഷ്ണങ്ങൾ ഇങ്ങനെ എണ്ണയിൽ കിടന്ന് ചൂടാവുമ്പോൾ സെപ്പറേറ്റ് ആയി വന്നോളും. വെന്താൽ മതി, ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട. കട്ടിയിലുള്ള കഷ്ണങ്ങളായതുകൊണ്ട് സാധാരണ വഴറ്റിനേക്കാളും കുറച്ച് സമയം വേണം ഒന്ന് വെന്ത് കിട്ടാൻ. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി ക്യാബേജ് ചേർത്ത് വഴറ്റാം. ഒന്ന് അടച്ചു വെച്ചിട്ട് ആവിയിൽ വേവിക്കാം. ഇനി ഫ്രഷ് ഗ്രീൻ പീസ് 1/2 കപ്പ് ചേർക്കാം. ഇത് 1 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കാവും. പച്ചമുളക് ചേർത്തിട്ട് ഇളക്കാം. ഇപ്പം എല്ലാം വെന്തിട്ടുണ്ട്. ഇനി തക്കാളി ചേർക്കാം. വല്ലാണ്ട് ഉടച്ച് ഇളക്കണ്ട, വെന്ത് മാത്രം മതി, കുഴയരുത്. ഇപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഒന്ന് ഇളക്കിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ ചേർക്കാം. പച്ചമണം മാറട്ടെ. വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളായിട്ട് ഇടുകയും ചെയ്യാം. പേസ്റ്റ് തന്നെ വേണമെന്നില്ല. ഇനി 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് നല്ലോണം യോജിപ്പിക്കാം. അപ്പോൾ എല്ലാം വെന്ത് കഴിഞ്ഞു. ഇനി ഈ വെജിറ്റബിൾസിന് വേണ്ട ഉപ്പിട്ടിട്ട് ഇളക്കാം. സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്കിപ്പോൾ ഓംലെറ്റ് മുറിച്ചെടുക്കണം. വെജിറ്റബിൾസിൻ്റെ വലുപ്പത്തിനനുസരിച്ച് പീസസ് ആക്കാം. അതിനേക്കാൾ ഇത്തിരി കൂടെ വലുപ്പത്തിൽ മുറിച്ചെടുക്കാം. തേങ്ങ ചേർത്തുകൊണ്ട് തിക്ക് പീസസ് ആണ്. രണ്ടാമത്തെ ഓംലെറ്റും കൂടെ അതേപോലെ മുറിച്ചെടുക്കാം. ഈ സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് ഓംലെറ്റ് പീസസ് ചേർക്കാം. ഇനി ഇതൊന്നും പൊടിയാണ്ട് ഇളക്കിയെടുക്കണം. കോഴിമുട്ടയുടെ പീസസ് പൊടിഞ്ഞു പോവാണ്ട് കിട്ടണം. ഇനി ടൊമാറ്റോ സോസ് കഷ്ടി 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത്ര മതി. തക്കാളി നേരത്തെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ സോസ് ഇത്രയും തന്നെ മതി. മല്ലിയില വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ അത് അരിഞ്ഞ് ചേർക്കാം. ഇനി പ്രത്യേകിച്ച് ഒന്നും വേവാനൊന്നുമില്ല. ചെറിയ തീയിൽ നല്ലോണം അത് മിക്സ് ആക്കി കിട്ടിയാൽ മതി. കൊത്തു ഓംലെറ്റ് റെഡിയായി. ധാരാളം പച്ചക്കറിയും കോഴിമുട്ടയും ഒക്കെ ചേർന്നതുകൊണ്ട് ഹെവി മീൽ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള തരം വിഭവമാണ്. ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.